ഈ മട്ടന്നൂരിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച ശൈലജ ടീച്ചറെ പേരാവൂർ സീറ്റ് പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് നിർത്തി ഒതുക്കി തോൽപ്പിക്കുകയല്ല ചെയ്തത്. വലിയ വിമർശനം ഉണ്ടായി പാർട്ടി സഖാക്കളുടെ രീതികൾ. നേതൃത്വം തിരുത്തുമെന്നാണോ നേതൃത്വത്തെ തിരുത്തുമെന്നാണോ? നേതൃത്വത്തിൽ രണ്ടർത്ഥത്തിലും അത് ശരിയാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടെന്ന് പാർട്ടി സഖാക്കളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നല്ല വൃത്തിയുള്ള കുപ്പായോടുണ്ടാന്ന് പറഞ്ഞിട്ടില്ല. പ്രശ്നം എന്തേ ഉള്ളൂ, അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന വരുമാനത്തിൽ കവിഞ്ഞ് വലിയ ചെലവുകൾ ചെയ്യുമ്പോൾ അത് എവിടെ നിന്ന് എന്ന ചോദ്യം പാർട്ടിക്കകത്തുണ്ടാവും. അപ്പോൾ എൻ്റെ കാര്യത്തിലും ഷംസീറിൻ്റെ കാര്യത്തിലും കണ്ണൂർ രണ്ടുപേരും മത്സരിക്കേണ്ടതില്ല എന്ന ആലോചനയാണ് വന്നത്. ഞാൻ അത്രമാത്രം ഭയപ്പെടുത്താൻ മാത്രം ജനപ്രീതി എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബ്രേക്ക് ദ ചെയിൻ പരിപാടി കെ ശൈലജ ടീച്ചർ പരിപാടിയല്ല. 10 വർഷക്കാലമായി ഞങ്ങളുടെ സംഘടന കുറച്ച് ദുർബലമായി, കുറച്ചെല്ലാം നല്ലവണ്ണം. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരിയായ കമ്മ്യൂണിസ്റ്റ് നേതാവും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ശ്രീമതി കെ ശൈലജ ടീച്ചറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീമതി ശൈലജ ടീച്ചർ. നമസ്കാരം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ടീച്ചർ ഒരു മാധ്യമത്തിന് നൽകുന്ന ആദ്യ അഭിമുഖം കൂടിയാണ്. അതിന് പ്രത്യേക നന്ദിയും. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM വളരെ ദയനീയമായി തോറ്റു. അത് പാർട്ടി തെറ്റ് തിരുത്തും, ആ ഒരു വീഴ്ച സംഭവിച്ച തിരുത്തുമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ എന്താണ് തെറ്റ് തിരുത്താൻ പോകുന്നതെന്ന് പറയുന്നില്ല. സംഘടനാ ദൗർബല്യമെന്ന് സാമാന്യവൽക്കരിച്ച് പറയുന്നതല്ലാതെ എന്തുകൊണ്ട് പാർട്ടി തോറ്റു? തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് ഉണ്ടായത്. എന്നാൽ ആ പരാജയം ഏതെങ്കിലും പാർട്ടി സഖാക്കൾ തെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ് എന്നല്ല വിലയിരുത്തുന്നത്. എന്നാൽ പരാജയ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ പാർട്ടിയുടെ ഭാഗത്തുള്ള പോരായ്മകളുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഉത്തരം അത് തീർച്ചും രാഷ്ട്രീയപരമാണ്. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. തുടർച്ചയായി 2 ടേം അധികാരവും കിട്ടി. നേരത്തെ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷത്തിൻ്റെ ഭരണം വന്നിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭരണം ഉണ്ടാവുന്നതിന് അസഹിഷ്ണുത കാണിക്കുന്ന പ്രതിലോമ രാഷ്ട്രീയം ഇവിടെയുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ഭൂപ്രഭു ഭരണവർഗത്തിൻ്റെ രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾ പറയും. എന്ന് വെച്ചാൽ കോൺഗ്രസും BJPയും കൈയാളുന്ന രാഷ്ട്രീയമാണത്. അപ്പോൾ എന്ത് വില കൊടുത്തും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക എന്ന ഒരാഗ്രഹം കോൺഗ്രസിനുണ്ട്, BJPക്കും ഉണ്ട്. തെരഞ്ഞെടുപ്പെല്ലാം വരുമ്പോൾ ഇവരെല്ലാം അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ കൂടി ആ രാഷ്ട്രീയം ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, തുടർന്ന് വന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്, ഈ 3ലും ഇടതുപക്ഷത്തിന് പരാജയമാണ് ഉണ്ടായത്. അസംബ്ലി തെരഞ്ഞെടുപ്പ് ഏറ്റവും അവസാനം കഴിഞ്ഞതാണ്. ആ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു? ഞങ്ങളുടെ എതിരാളികളുടെ കോൺഗ്രസിൻ്റെയും BJPയുടെയും മുദ്രാവാക്യം 10 വർഷമായി തുടർച്ചയായി ഭരിക്കുന്നു, ഇനി CPM ഭരിക്കേണ്ടതില്ല എന്നാണ്. അതിനു വേണ്ടിയുള്ള കൂട്ടായ്മയും ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. ധാരാളം പണം അവർ ഉപയോഗപ്പെടുത്തി, കോൺഗ്രസും BJPയും. അതുപോലെ തന്നെ അവർ പരസ്പരം സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. 2 ടേം LDFനെ ജയിപ്പിച്ച ജനം UDFനെ ജയിപ്പിച്ചതിൽ ജനം ചെയ്ത തെറ്റാണ്. ജനങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ജനങ്ങൾ ചില പ്രചരണങ്ങൾക്ക് വശംവദരാകുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിൻ്റെ ഉദാഹരണം, ഒരു പ്രചരണം നടന്നത് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നാൽ അത് BJPക്ക് ഗുണകരമായി തീരും എന്നാണ്. മതന്യൂനപക്ഷങ്ങളുടെ ഇടയിലാണ് അങ്ങനെ ഒരു പ്രചാരണം നടന്നത്. LDF വരരുത്, ഇവർ വന്നാൽ അത് BJPക്കാണ് ഗുണകരമാവുക എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം വന്നാലാണോ BJPക്ക് ഗുണകരമാവുന്നത്? എന്നാൽ BJP ആഗ്രഹിച്ചത് എന്താ? ഇടതുപക്ഷം പരാജയപ്പെടണം, കോൺഗ്രസ് വരണം. കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ കോൺഗ്രസ് വന്നതിൻ്റെ ആനുകൂല്യത്തിലൂടെ, അത് പലവിധ കാരണങ്ങളുണ്ടല്ലോ അതിന്, ഞങ്ങൾക്ക് വരാൻ സാധിക്കുമെന്നാണ് BJP നിശ്ചയിച്ചത്. അപ്പോൾ ഫലത്തിൽ 2 കൂട്ടരുടെയും ഈ പ്രചരണം ജനങ്ങളുടെ ഇടയിൽ ഞങ്ങളെക്കുറിച്ച് തെറ്റായ കാഴ്ചപ്പാടുണ്ടാക്കുന്നതിന് കാരണമായി. അതിൻ്റെ ഒരു ഉദാഹരണമാണ് SIR കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ് എന്ന പ്രചരണം. ഇടതുപക്ഷത്തിന് BJPയുമായി ബന്ധമുണ്ട് എന്നുള്ള പ്രചരണം. ഇത് മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വീടാന്തരം കയറി പ്രചരിപ്പിച്ചവരുണ്ട്. അവരെല്ലാം അതനുസരിച്ച് വിശ്വസിച്ചു. വേണ്ടിയുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അത് മറ്റൊന്നുമല്ല. 10 വർഷക്കാലമായി ഞങ്ങളുടെ സംഘടന കുറച്ച് ദുർബലമായി, കുറച്ചെല്ലാം നല്ലവണ്ണം. ആരുടെ കുഴപ്പം? പാർട്ടി ഞങ്ങളെല്ലാവരും ചേർന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു അത്. പാർട്ടി സംഘടന ദുർബലമായി. അത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ആ ദുർബലത പരിഹരിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ താഴെത്തട്ടിലോളം നടത്തണം. ഒന്ന്. രണ്ടാമത്, വലിയ വിമർശനം ഉണ്ടായി
പാർട്ടി സഖാക്കളുടെ രീതികൾ, ജീവിത രീതികൾ, അതുപോലെ തന്നെ പെരുമാറ്റം, അതെല്ലാം വിമർശന വിധേയമായിട്ടുണ്ട്. അതിലെന്തെങ്കിലും തിരുത്താനുള്ളതൊക്കെ തിരുത്തി പോകണം. എന്നാൽ അത് മാത്രമാണ് ഈ പരാജയത്തിൻ്റെ കാരണമെന്നുള്ളത് പൊളിറ്റിക്കലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റ് തിരുത്തുമെന്ന് പറയുമ്പോൾ ഈ തെറ്റിന് ഇടയാക്കിയ നേതൃത്വത്തിൽ തിരുത്തലുകൾ വരുന്നില്ലല്ലോ. അത് നേതൃത്വവും തിരുത്തും, അതുപോലെ തന്നെ താഴെ തലം വരെ തിരുത്തും. അങ്ങനെയാണ് നേതൃത്വം തിരുത്തുമെന്നാണോ നേതൃത്വത്തെ തിരുത്തുമെന്നാണോ? നേതൃത്വത്തിൽ രണ്ടർത്ഥത്തിലും അത് ശരിയാണ്. അതായത് താഴെ തലം വരെയുള്ള സഖാക്കൾ ചർച്ച ചെയ്യുന്നത് നേതൃത്വത്തെ തിരുത്താനാണ്. നേതൃത്വം ചർച്ച ചെയ്യുന്നത് താഴെ തലം വരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു പോകണമെന്നാണ്. അപ്പോൾ രണ്ടർത്ഥത്തിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിമർശനവും സ്വയം വിമർശനവും നന്നായിട്ട് വേണം എന്നതാണ് പാർട്ടി തത്വം. പക്ഷേ ചിലപ്പോൾ സ്വയം വിമർശനം കുറഞ്ഞു പോകുന്നു, അതെല്ലാ തലത്തിലും. അങ്ങനെയുള്ള ഒരു പരാതി നേതൃത്വത്തെ തിരുത്തുമെന്ന് പറയുന്നത് നേതൃത്വത്തിൽ മാറ്റം വരുമെന്നാണോ? അതല്ല, അതേ നേതൃത്വം പാർട്ടി സെക്രട്ടറിക്കും പ്രതിപക്ഷ നേതാവിനും ഒന്നും ഒരു മാറ്റമില്ല. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ ഒരു രീതിയില്ല. ഇപ്പോൾ ബൂർഷ്വാ പാർട്ടികളാണെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അന്ന് നേതൃത്വം കൊടുത്ത ആ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ മാറി പുതിയ ആളെ കൊണ്ടുവരും. പുതിയ ആളെ കൊണ്ടുവന്നാലും ചിലപ്പോൾ ഇതേ അവസ്ഥ അവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊരു കൂട്ടുത്തരവാദിത്വമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ആ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒഴിവാക്കിയിട്ട് പുതിയൊരാളെ കൊണ്ടുവരിക എന്നുള്ളതല്ല, കൂട്ടായിട്ട് ഇടപെട്ട് തിരുത്താനുള്ളതൊക്കെ എല്ലാവരും തിരുത്തി ശക്തമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പാർട്ടി ബൂർഷ്വ ആയില്ലെങ്കിലും അല്ലെങ്കിലും തന്നെ പാർട്ടി അല്ലല്ലോ തെറ്റ് ചെയ്ത് പാർട്ടിക്കാരാണല്ലോ. പാർട്ടി പ്രവർത്തിച്ച പല നേതാക്കളും ബൂർഷ്വ ലെവലിലല്ലേ പ്രവർത്തിച്ചത്? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് ഒരു ബൂർഷ്വ സമൂഹത്തിലാണ്, മുതലാളിത്ത സമൂഹത്തിലാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയാലും പൂർണ്ണമായി സോഷ്യലിസം ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് അധികാരം കിട്ടുമ്പോൾ സോഷ്യലിസ്റ്റ് ചായവുള്ള ജനകീയമായ ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നും വിഭിന്നമായി ഞങ്ങൾക്കത് സാധിക്കും. എന്നാൽ ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിലല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ബൂർഷ്വാ സമൂഹത്തിൽ കടന്നു വരാറുള്ള എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരെയും ബാധിക്കാം, എല്ലാവരെയും പിടികൂടാമത്. ആ കൂട്ടത്തിലൊന്നാണ് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതം നയിക്കണമെന്ന മോഹം. ആഡംബര ജീവിതം ഒരു ബൂർഷ്വാ സമൂഹം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒന്നാണ്. ആഡംബര ജീവിതം നടത്തുന്നതിന് വേണ്ടിയാണ് അഴിമതിയിലേക്ക് മനുഷ്യർ പോവുക. അപ്പോൾ അഴിമതിയും ബൂർഷ്വാ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതെല്ലാം ചിലപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെയും പിടികൂടാം. എന്നാൽ അതൊഴിവാക്കാൻ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് നിരന്തരമായി പറയുകയും ഇടപെടുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPI. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് നിരന്തരമായി പറയുമ്പോഴും ഈ മൂല്യങ്ങളിൽ നിന്നെല്ലാം അകന്നു പോയ ഒരു പിടി ആൾക്കാരുടെ കയ്യിലേക്ക് പാർട്ടിയും ഭരണവും, അല്ലെങ്കിൽ വളരെ നേരത്തെ പറഞ്ഞ പോലെ സ്വഭാവത്തിലടക്കം ധാർഷ്ട്യമുള്ള ഒരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് പാർട്ടി ചുരുങ്ങിയില്ലേ, ഭരണം ചുരുങ്ങിയില്ലേ? അങ്ങനെ ഒരു വിലയിരുത്തൽ പാർട്ടിക്കകത്ത് നടന്നിട്ടില്ല. എല്ലാ വിഭാഗത്തിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് പാർട്ടിക്ക് ചുരുങ്ങാൻ സാധിക്കില്ല. കാരണം നിരന്തരമായി ചർച്ചയും അതുപോലെ തന്നെ അതിന് പരിഹാര നടപടികളൊക്കെ നടത്തുന്ന ഒരു പാർട്ടിയാണ് CPIM. അതുകൊണ്ട് ആ ചർച്ചകളും നടപടികളും എല്ലാം തുടർന്നുകൊണ്ടേ പോവും. ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ട് അയാൾ മാറി നിന്നാൽ ഈ പാർട്ടി നന്നാവുമെന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കില്ല. എന്നാൽ ഞങ്ങളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ വിമർശന വിധേയമാണ് താനും. അത് പരിശോധിച്ച് അത് തിരുത്തി ഒരുമിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ തിരുത്താൻ കഴിയാത്ത ആളുകൾ ഇപ്പം താഴെ ഘടകം മുതൽ ചിലപ്പോൾ ഈ പറയുന്നതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ അവർ പിന്നീട് പാർട്ടിക്കകത്ത് ഉണ്ടാകാറില്ല. അതേ ഓപ്ഷനുള്ളൂ. ഒന്നുകിൽ ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ തിരുത്തുക, അല്ലെങ്കിൽ ഈ പാർട്ടി അല്ലാതായി തീരുക എന്നുള്ളതാണ്. തിരുത്താത്ത ആളുകൾ വളരെ കുറവാണ്. അത് ഉന്നതമായ നേതൃത്വം മുതൽ താഴെ തലം വരെ ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ തിരുത്തി പാർട്ടിയുടെ പ്രവർത്തനം നടത്തുന്നവരാണ് കൂടുതലും. ബംഗാളിൽ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു ബാനർജി. അദ്ദേഹത്തെ ആഡംബര ജീവിതം, അദ്ദേഹം ഐഫോൺ ഉപയോഗിക്കുന്നു, ആഡംബര ഉടുപ്പുകൾ അണിയുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആരോപണം പറഞ്ഞെടുത്ത് പുറത്തു കളഞ്ഞു. ആ ലെവലിൽ പ്രവർത്തിക്കുന്നവരാരും ഇവിടെ ഇല്ലേ? ഇന്നത്തെ ലോക്കപ്പ് ടീച്ചർ എഴുതിയ ലേഖനത്തിൽ തന്നെ പറയുന്നു ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി ഒക്കെ പിന്നാക്കം പോയെന്ന്. ഇതൊക്കെ അന്നേരം അതൊക്കെ ഏത് ലെവലിൽ സംഭവിക്കുന്നു? അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചടുലമായ പ്രവർത്തനം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് നടത്തുന്ന വിമർശനം CPIMൻ്റെ കമ്മിറ്റികളാകെ ഇല്ലാതായി എന്നർത്ഥത്തിൽ വ്യാഖ്യാനിക്കരുത്. ഇപ്പോഴും ശക്തമായ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ് CPIM. മറ്റേതൊരു പാർട്ടിയേക്കാളും ചിട്ടയുള്ള പ്രവർത്തനം ലോക്കൽ തലത്തിലുമെല്ലാം വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒട്ടേറെ സഖാക്കളുണ്ട്. പാർട്ടി നയിക്കുന്ന ആൾക്കാരുടെ കാര്യം, നയിക്കുന്ന ആളുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പല പാർട്ടികളുമായിട്ടും പരിശോധിച്ച് നോക്കിയാൽ CPIMനകത്ത് വളരെ ത്യാഗപൂർവ്വം
എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം നേതാക്കളും അതിനൊന്നും ഒരു സഖാക്കളും. തർക്കമില്ല. ഞാൻ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രതാപ ബാനർജിയെക്കുറിച്ച് പറഞ്ഞു, ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമല്ല, ഐഫോണിന്റെ ഇപ്പോൾ പേരൊക്കെ ആധുനികമായിട്ടുള്ള ഐഫോൺ ഉപയോഗിക്കാത്തവർ വളരെ കുറവാണ്. മുമ്പ് ഞങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു ചർച്ച വന്നിരുന്നു. ഈ ടെലിവിഷനൊക്കെ വീട്ടിൽ വെക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. നായനാരുടെ വീട്ടിൽ ടെലിവിഷൻ വെച്ച്, നായനാരുടെ ചെറിയ വീടാണ്, അവിടെ അന്നത്തെ ഒരു ടെലിവിഷൻ വെച്ചതിന് ചില സഖാക്കൾ ഭയങ്കരമായി വിമർശിച്ചു. പക്ഷേ അന്നും ഞങ്ങൾ കണ്ടത് അതൊരു ആഡംബരമല്ല. ഇന്നത്തെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ വാർത്തകൾ അറിയാനും വിവരങ്ങൾ അറിയാനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടെന്ന് പാർട്ടി സഖാക്കളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നല്ല വൃത്തിയുള്ള കുപ്പായിടണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പ്രശ്നം എന്തേ ഉള്ളൂ, അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന വരുമാനത്തിൽ കവിഞ്ഞ് വലിയ ചെലവുകൾ ചെയ്യുമ്പോൾ അത് എവിടെ നിന്ന് എന്ന ചോദ്യം പാർട്ടിക്കകത്തുണ്ടാവും. അങ്ങനെ ചോദിക്കാവുന്ന ഒരുപിടി ആൾക്കാരെങ്കിലും ഇപ്പം പാർട്ടി നേതൃത്വത്തിലുണ്ടോ ഇല്ലേ? ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ഈ മട്ടന്നൂരിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച ശൈലജ ടീച്ചറെ പേരാവൂർ സീറ്റ് പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് നിർത്തി ഒതുക്കി തോൽപ്പിക്കുകയല്ല ചെയ്തത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? പാർട്ടി ഒരു തീരുമാനം എടുത്തിരുന്നു ഇത്തവണ. 2 ടേം തുടർച്ചയായി മത്സരിച്ച ആളുകൾ, നന്നായിട്ട് പാർട്ടിക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണെങ്കിൽ ആ മണ്ഡലത്തിൽ തുടർച്ചയായിട്ട് മത്സരിക്കേണ്ടതില്ല. എന്നാൽ ആ മണ്ഡലത്തിൽ ആ സ്ഥാനാർത്ഥി മത്സരിച്ചാലേ ജയിക്കുമെങ്കിൽ ആ ടേം നോക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ഇത്തവണ. പലരും അതേ സീറ്റുകളിൽ മത്സരിച്ചല്ലോ, ഒരുപാട് ആൾക്കാർ. അതെ. അപ്പോൾ എൻ്റെ കാര്യത്തിലും ഷംസീറിൻ്റെ കാര്യത്തിലും കണ്ണൂർ രണ്ടുപേരും മത്സരിക്കേണ്ടതില്ല എന്ന ആലോചനയാണ് വന്നത്. അപ്പോൾ രണ്ടുപേരെ ഒതുക്കുകയല്ലായിരുന്നോ? ഒതുക്കുക എന്നൊന്നും പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു തീരുമാനം പാർട്ടി വന്ന് ഞങ്ങളത് ശിരസാ വഹിച്ചു. എന്നാൽ പാർട്ടി പാനലിൽ ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിൽ പാർട്ടിക്കകത്ത് വീണ്ടും ചർച്ച ചെയ്യുകയും എന്നെ കൂടി മത്സരിപ്പിക്കാൻ ആലോചിക്കുകയും ചെയ്തു. അങ്ങനെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തുടർച്ചയായി മത്സരിച്ച സീറ്റിലല്ല, പേരാവൂർ മണ്ഡലം നമ്മൾ പിടിച്ചെടുക്കേണ്ടുന്ന ഒരു സീറ്റാണ്. ഇപ്പോൾ CPM ഇങ്ങനെ ഒരു പരാജയം ഉണ്ടാവുന്നൊന്നും നേരത്തെ ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ടില്ല. 3ാമതും വരുമെന്നായിരുന്നു പ്രതീക്ഷ. അല്ല, അത് കണക്ക് കൂട്ടാതെ പോയത് ആരുടെ കുഴപ്പം? അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിൻ്റെ തലേ ദിവസവും 100 സീറ്റിലധികം നേടുമെന്ന് അന്നത്തെ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെയും പാർട്ടി സെക്രട്ടറിയും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ജനങ്ങളുടെ പൾസ് തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിയാതെ പോയത്. ഞങ്ങൾ ജനങ്ങളെ എങ്ങനെയാണ് കാണുക? പാർട്ടി സൈക്കിൾ സ്ക്വാഡ് പ്രവർത്തനം നടത്തുമ്പോൾ, വീട് കയറുമ്പോൾ, ഞങ്ങളെല്ലാം ചിലപ്പോൾ വീട് കയറുമ്പോൾ അവിടെയൊന്നും നിങ്ങൾ വളരെ മോശമാണ്, നിങ്ങളുടെ ഭരണം മോശമാണെന്നുള്ള പ്രതികരണമൊന്നും അന്ന് ഉണ്ടായിട്ടില്ല ഇലക്ഷന് മുമ്പേ. പകരം 10 വർഷക്കാലം കൊണ്ട് ചെയ്ത ഒരുപാട് സൗകര്യങ്ങളും ഗുണങ്ങളും സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. അതിനൊന്നും സംശയമില്ല. ഈ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജനങ്ങളിൽ നിന്ന് അകന്നു പോയി പാർട്ടി. അതുകൊണ്ടല്ലേ ഈ പൾസ് തിരിച്ചറിയാതെ പോയത്. അങ്ങനെ മാത്രം പറയാൻ സാധിക്കില്ല. അതിലൊരു വശം ഉണ്ടാകാം, ഞങ്ങൾ വേണ്ടത്ര ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിൽ പരാജയപ്പെട്ടു, ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറയാം. എന്നാൽ അത് 100% അതാണെന്നും പറയാൻ കഴിയില്ല. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി തരാനുള്ളത് നിഷേധിക്കുമ്പോൾ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം നടത്തിയിട്ടുണ്ട്. പക്ഷേ വേണ്ടത്ര കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണന അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്വയം വിമർശനപരമായി ഞങ്ങൾ കാണുന്നത്. അപ്പോൾ എല്ലാം ഞങ്ങൾ ചെയ്ത തെറ്റാണെന്നുള്ളതല്ല, ഞങ്ങൾ ചെയ്യാൻ പറ്റിയതിൻ്റെ മാക്സിമം ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ തെറ്റുകൾ ചെയ്തു അങ്ങനെയും പറയാൻ സാധിക്കില്ല. ശരിയാണ് കൂടുതൽ ചെയ്തത്, തെറ്റൊന്നും പറയാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ പോരായ്മ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് PSC എടുത്തു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്ത് PSC നടന്ന അഴിമതി, സ്വജനപക്ഷപാതം, അതാണ് ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇലക്ഷന് ശേഷമാണ് PSCയുടെ ഈ ബഹളമൊക്കെ ഉണ്ടായത്. അതെല്ലാം വെളിയിൽ പുറത്തു വന്നത് അധികാരത്തിൽ പുറത്തു പോയ. അങ്ങനെയാണെങ്കിൽ അതല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. കാരണം അത് മാത്രമല്ല, PSCയിൽ ഉണ്ടായിട്ടുള്ളത് എന്താ, രാജേഷ് കൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. PSCയിൽ ഒരു പരീക്ഷ, ഞാൻ ന്യായീകരിക്കാനൊന്നും പറയുന്നില്ല, ഒരു പരീക്ഷയിൽ 10 ചോദ്യങ്ങൾ മാറ്റി നിർത്തപ്പെട്ടു. അത് ഏതെങ്കിലും കുറച്ച് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവരും, അതൊരു ഒമിഷൻ വന്നു എന്നാണ് അവർ പറയുന്നത്. അത് മറ്റു ചിലരെ ജയിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ള വ്യക്തമായിരുന്നല്ലോ. അല്ല, ആ 10 ചോദ്യം എല്ലാവർക്കും വേണ്ടി മാറ്റി നിർത്തപ്പെട്ടതാണ് അവർ വാദിക്കുന്നത്. ആ ഒരു പരീക്ഷ മാത്രമല്ലല്ലോ ടീച്ചറെ, ഇതിനു മുമ്പ് പോലീസിൽ കയറിയ യൂണിവേഴ്സിറ്റി കോളേജിലെ നേതാവ്, അത് കയറിയ SFIക്കാരെ പിന്നീട് ആ ജോലി തന്നെ പോയ കാര്യം അറിയാം. ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണത്. PSC ആകെ
അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊന്നും പറയാൻ കഴിയില്ല. ഏതെങ്കിലും ഇത്തരത്തിലുള്ള പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷണം ആകെ നടക്കട്ടെ. മുങ്ങിക്കുളിച്ചില്ലെങ്കിലും സ്വജനപക്ഷപാതം പ്രകടമായിട്ടുണ്ട്. എനിക്കത് അനുഭവത്തിൽ വന്നിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ഞങ്ങളാരും ഈ PSCയിൽ ആർക്കെങ്കിലും വേണ്ടി ഇടപെടുന്നവരല്ല. ഇപ്പോൾ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് പലരും വരാറുണ്ട്, ടീച്ചർ PSC ലിസ്റ്റിൽ പേരുണ്ട്, ഒന്ന് നിയമനം എളുപ്പമാക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പ്രവേശനമില്ല. ടീച്ചർ പറയുന്നില്ല PSC നമ്മൾ ഇടപെടുന്ന സ്ഥാപനം ഇടപെടാൻ പാടില്ല, അത് റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് മാത്രമേ കിട്ടുള്ളൂ. ഞാനെന്നും വിശ്വസിക്കുന്നത് അങ്ങനെ അല്ലാതെ കൊടുത്താൽ അത് വെളിയിൽ അറിയല്ലോ. ഇത് ഇന്നെല്ലാം ജനങ്ങളുടെ മുമ്പാകെ ഉള്ളതല്ലേ, കാര്യങ്ങൾ വെളിയിൽ അറിയാതെയും പോകും. അതെങ്ങനെ പോകുന്നു? PSC ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതല്ലേ, പണ്ടത്തെ കാലമല്ല. PSC ലിസ്റ്റ് എല്ലാം അവരുടെ നമുക്കിന്ന് വെബ്സൈറ്റിൽ കാണാം, ഓരോ PSC ലിസ്റ്റും പ്രസിദ്ധീകരിച്ചാൽ. അപ്പോൾ 5-ാമത്തെ ആൾക്ക് ജോലി കൊടുക്കാതെ 10-ാമത്തെ ആൾക്ക് കൊടുത്താൽ അപ്പം തന്നെ വിവരം അറിയും. അതുകൊണ്ട് അങ്ങനെ ഒരു വെട്ടിപ്പ് നടത്താൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ. ഒന്നാം പിണറായി സർക്കാരിലെ ഏറ്റവും തിളങ്ങിയ മന്ത്രിയായിരുന്നു ടീച്ചർ. പ്രത്യേകിച്ചും അന്ന് ഉണ്ടായ പ്രതിസന്ധി, നിപ്പ, കോവിഡ് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം എങ്ങനെ ഇത് മാനേജ് ചെയ്യുമെന്ന് ചോദിച്ചുള്ള ഫോൺ കോളുകൾ വരുന്നുണ്ടായിരുന്നു. അവരാൾക്കാർ വന്ന് ഇത് അന്വേഷിക്കുന്നു. അത്രയും തിളങ്ങിയത് ആരുടെയെങ്കിലും കണ്ണിലെ കരടായി മാറിയതുകൊണ്ടാണ് ടീച്ചറിന് 2ാം വട്ടം മന്ത്രിസ്ഥാനം തരാതെ പോയത്. അതൊന്നും അങ്ങനെ ചിന്തിക്കാൻ ഞാനാളല്ല. കാരണം അതൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്ത പ്രവർത്തനമാണ്. പക്ഷേ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം ഞാൻ കൃത്യമായിട്ട് നിർവഹിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. സാധാരണ സാധിക്കുന്നതിൻ്റെ പരമാവധി എന്നുള്ളതാണ്. ഏറ്റവും തിളങ്ങിയെന്നൊന്നും പറയുന്നത് ഞാനതൊന്നും അങ്ങനെ ഉള്ളിലെടുക്കുന്നില്ല. കാരണം അന്ന് ഞങ്ങളെല്ലാവരും നന്നായി പ്രവർത്തിച്ചിരുന്നു. പക്ഷേ വലിയ 2 ദുരന്തങ്ങൾ, രണ്ടല്ല, ഇപ്പോൾ നിപ്പ വൈറസ് ബാധ വന്നു. ഞാനാണെങ്കിൽ മുൻപ് പരിചയമുള്ള ഒരാളല്ല, പക്ഷേ ഇത് നിപ്പയാണ് എന്ന് അറിഞ്ഞപ്പോൾ, ഈ വൈറസിനെ കുറിച്ച് എനിക്കറിയില്ല, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടാണ് ഇതെന്താ സാധനം എന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോഴാണിത് മലേഷ്യയിലെ സുങ്കായ് നിപ്പ നദിക്കരക്ക് വന്ന, അവിടെയാണ് ആദ്യം ഇത് പ്രത്യക്ഷപ്പെട്ടത്. ബാറ്റ്സ് ആണ് ഇതിൻ്റെ കേരിയേഴ്സ് എന്നുള്ളതൊക്കെ മനസ്സിലായത്. അപ്പോൾ ഞാൻ അറിവുള്ളവരോട് എല്ലാവരോടും ചോദിച്ചു എന്താണ് പ്രതിവിധി. അവരെല്ലാവരും ഉപദേശിച്ചത്, നമ്മുടെ ഡോക്ടർമാരും അതുപോലെ തന്നെ ഇത് കണ്ടെയ്ൻ ചെയ്യണം, അടിയന്തരമായി കണ്ടെയ്ൻ ചെയ്യണം. കേരളത്തിന് ഭയങ്കര ഭീഷണിയാണ്, കാരണം കേരളത്തിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മളിതിനെ തടഞ്ഞേ മതിയാവും. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ക്വാറൻറ്റൈനും ഐസൊലേഷനും എല്ലാം കേട്ടത്. പക്ഷേ ഒരു കാര്യം ചെയ്തു, ഉള്ളിൽ ഒരു ചോദനയുണ്ടായി. അതായത് പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചു ചേർക്കണം, പെട്ടെന്ന് തടയാനുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ അവിടെ പോയി താമസിച്ച ഗസ്റ്റ് ഹൗസിനെ ഇതിൻ്റെ കൺട്രോൾ റൂമാക്കി മാറ്റിയിട്ട് അവിടെ മീറ്റിങ്ങൊക്കെ വെച്ചത്. അത് ശ്രദ്ധിക്കപ്പെടും നാളെയെന്ന് കരുതിയിട്ടല്ല, ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടാണ്. മനുഷ്യർ മരിച്ചു പോകുമല്ലോ, എന്നാൽ പേടി കാണിച്ചിട്ടില്ല. എന്നോട് ചിലർ ചോദിച്ചു മന്ത്രിക്ക് പേടിയില്ലേ. അപ്പം ഞാൻ അന്ന് പറഞ്ഞൊരു വാചകം ചിലരെല്ലാം പിന്നെ പകർത്തി പറഞ്ഞു, ഞാൻ ഭയന്നാൽ ഈ നാടാകെ ഭയക്കും, എന്നെയാണ് എല്ലാവരും നോക്കുന്നത് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ. അപ്പോൾ അന്ന് പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ് ഭയം വേണ്ട, ജാഗ്രത മതി എന്നുള്ളത്. അതിൻ്റെ ഒരു വലിയ ക്യാപ്ഷനായിട്ട് വന്നു. പക്ഷേ ഒരുപാട് മനുഷ്യരുടെ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനം, എണ്ണയിട്ട യന്ത്രം പോലെ. അത് ശൈലജ ടീച്ചർ എന്ന് പറയുന്നൊരു വ്യക്തിയല്ല, അതിന് നേതൃത്വം നൽകി. അതിൽ ഞാൻ ഉണ്ടായിരുന്നു. ഈ പരസ്പരമുള്ള യോജിപ്പ്, ഹെൽത്ത് സർവീസ് വിഭാഗത്തെയും മെഡിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തെയും എല്ലാം ഒരുമിച്ച് നിർത്തുക, സെൻട്രൽ നിന്ന് വന്ന ടീമിനെ ഇവരുമായി പിണങ്ങാതെ കൂടെ കൊണ്ടുപോയി, ഇതൊക്കെ എൻ്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു. അത് നിർവഹിക്കാൻ അതെ, അങ്ങനെ ചെയ്തപ്പോൾ 40 ദിവസം കൊണ്ട് കണ്ടെയ്ൻ ചെയ്യാൻ. അവാർഡ് വാങ്ങിക്കാതിരുന്നാൽ ഇപ്പോൾ ഖേദമുണ്ടോ? എനിക്ക് ഖേദമില്ല, കാരണം അതൊരു തീരുമാനമാണ്, ഞാനും കൂടി എടുത്ത തീരുമാനമാണ്. ചിലരുടെ അനിഷ്ടം കൊണ്ടല്ലേ? അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. ടീച്ചറുടെ ജനപ്രീതി ആരെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടോ? ഞാൻ അത്രമാത്രം ഭയപ്പെടുത്താൻ മാത്രം ജനപ്രീതി എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഞാൻ ജനങ്ങളുടെ കൂടെ നിന്ന് വിഷമസന്ധിയിൽ പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ആളുകൾക്കൊക്കെ സ്നേഹം ഉണ്ടാവാം. എന്നാൽ എല്ലാവരും എന്നെ അംഗീകരിക്കുന്നു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ഭയപ്പെടുത്താൻ മാത്രമുള്ള ജനപ്രീതിയൊന്നും ഈ ഒരു ചെറിയ പൊതുവേ ഒരു നിഷ്പക്ഷ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് അങ്ങനെ ആരെയും മുന്നിൽ നിർത്തി ഇന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് മത്സരിപ്പിക്കുന്ന കീഴ്വഴക്കമില്ലെങ്കിലും ടീച്ചറെ ആരെന്ന് മുന്നിൽ നിന്ന് നയിച്ചിരുന്നെങ്കിൽ, ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് ഉണ്ടാകുമെന്നുള്ളൊരു തോന്നൽ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഈ ഒരു വലിയ പരാജയം CPM നേരിടുമായിരുന്നില്ല എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മുടെ ഭാവന മാത്രമല്ലേ, അങ്ങനെ നമുക്ക് പറയാൻ. കേരളം ഹൈലി പൊളിറ്റിക്കലൈസ്ഡ് ആയിട്ടുള്ളൊരു സമൂഹമാണ്. അതിൽ ഓരോ സമയത്തും വരുന്ന രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് വലിയ മേൽക്കൈയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ പോലും മനസ്സിലാക്കാത്ത വിധം അകത്തളങ്ങളിൽ CPM-നെതിരായിട്ടുള്ള കൊടുമ്പിരി കൊണ്ട
നുണപ്രചരണങ്ങൾ പക്ഷേ ഉണ്ടായിരുന്നു. CPM നേരിട്ട തിരിച്ചടി CPM-നുള്ളിൽ നിന്നായിരുന്നു എന്നതിൻ്റെ തെളിവാണല്ലോ കണ്ണൂർ പോലെ ഒരു കോട്ടയിൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും പരാജയപ്പെട്ടത്. ഈ പരാജയത്തിൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിനല്ല സംസ്ഥാന നേതൃത്വത്തിന് ഉത്തരവാദിത്തമുണ്ടെന്ന് ടീച്ചർ കൂടി അംഗമായ കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതൊഴിവാക്കാൻ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ളതിലെ ടീച്ചർ എന്ത് ചെയ്തു? ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ അന്ന് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ പ്രത്യേക തീരുമാനങ്ങൾ എടുക്കുന്നത് ചില ഇപ്പം വലിയ ജില്ലകളിൽ സ്ത്രീകൾ വേണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു. അത് ഞങ്ങൾ വിജയിച്ചിട്ടില്ല. എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റിയാണല്ലോ പാനൽ അവസാനം ഫൈനലൈസ് ചെയ്ത് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന് എത്തിച്ചു. സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടാണ് തീരുമാനമാവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ തളിപ്പറമ്പിലെയും പയ്യന്നൂരെയും സ്ഥാനാർത്ഥിത്വത്തിൽ എതിരഭിപ്രായങ്ങളുണ്ടായിരുന്നു അവിടെ. എന്നാൽ എല്ലാവരും എതിരഭിപ്രായം പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സ്ഥാനാർത്ഥിത്വം അങ്ങ് അംഗീകരിക്കപ്പെട്ടു. കാരണം എതിരഭിപ്രായം കുറച്ച് പേർ പറഞ്ഞിരുന്നു. എന്നാൽ അത് ഇത്രയും വലിയ ഒരു എതിർപ്പ് ഉണ്ടാകും എന്ന് സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതേക്കുറിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഇത്തരം എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് നാളെ ഒരു വലിയ ചർച്ചയാകുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ആ വ്യക്തിക്ക് അല്ലെ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഉണ്ടാവുന്ന വിവാദങ്ങളെ മുൻകൂട്ടി കണ്ട് അത് ഒഴിവാക്കാൻ ശ്രമിച്ചില്ല. ജനറൽ സെക്രട്ടറി വസ്തുതാപരമായിട്ട് പറയുകയാണ്. അതെപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിച്ചിരുന്നെങ്കിൽ ഇതൊന്നും പ്രശ്നം വരില്ലായിരുന്നു. തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിലും പയ്യന്നൂരും മാത്രമല്ല പരാജയപ്പെട്ടത്, പൊതുവേ പരാജയപ്പെട്ടു. എന്നാൽ തളിപ്പറമ്പിലും പയ്യന്നൂരും ഞങ്ങളുടെ പാർട്ടിക്ക് സാധാരണയായി വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ വോട്ട് ചെയ്തില്ല എന്ന വിലയിരുത്തൽ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വാഭാവികമായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പക്ഷേ അന്ന് പുനരാലോചന നടത്തിയിരുന്നെങ്കിൽ ഇത്രയും വലിയ വോട്ട് ചോർച്ച അവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ പറയുന്നത്. അന്ന് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം എതിരഭിപ്രായങ്ങൾ എപ്പോഴും ഉണ്ടാകും ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും. എന്നാൽ ഇലക്ഷൻ വരുമ്പോൾ പൊതു അഭിപ്രായത്തിൻ്റെ കൂടെ എല്ലാവരും നിൽക്കുന്നതാണ് ഞങ്ങൾ കാണാറ്. ഇത്തവണ അതുണ്ടായില്ല. എതിരഭിപ്രായം പറഞ്ഞവർ എതിരഭിപ്രായം തന്നെയായിട്ട് അവസാനം വരെ നിന്നു. അപ്പോൾ അത് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അങ്ങനെ ഒരു എതിരഭിപ്രായം വരുമ്പോൾ പുനരാലോചന നടത്താമായിരുന്നു എന്ന അർത്ഥത്തിലാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് എം എ ബേബി അത് പറഞ്ഞത്. അല്ല, അന്ന് ആലോചിക്കണമായിരുന്നു പറഞ്ഞത്. ഇതിന് ശേഷം ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അതെ, അതുകൊണ്ടാണ് മുൻകൂട്ടി കണ്ട് ഇത് അതിൽ ഞങ്ങളിങ്ങനെ കരുതിയില്ല. കാരണം പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും സാധാരണ വേറിട്ട് പോയാൽ അവർക്ക് അനുകൂലമായിട്ട് പാർട്ടിക്കകത്തുള്ളവർ ഇനി വേറിട്ട് പോയ ആളുകളോട് താല്പര്യമുണ്ടെങ്കിലും അവരുടെ അഭിപ്രായത്തോടാണ് യോജിപ്പെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. സാധാരണ പാർട്ടിയുടെ കൂടെ നിൽക്കും. ഇത്തവണ അങ്ങനെ വോട്ട് ചെയ്യും. എല്ലാവരും അല്ല, കുറെ പേര് പാർട്ടി വർഗവഞ്ചകരെന്ന് വിളിച്ചവർക്ക് വേണ്ടി പാർട്ടിയിലെ അണികളും പാർട്ടിക്കുള്ളിലുള്ള സഖാക്കൾ വോട്ട് ചെയ്തു. മുഴുവൻ പാർട്ടി സഖാക്കൾ മാത്രം വോട്ട് കൊണ്ടല്ല അവർ ജയിക്കാനുള്ള വോട്ട് കിട്ടി. ജയിക്കാനുള്ള വോട്ട് കിട്ടിയതിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വോട്ടാണല്ലോ. അവർ ലീഗിൻ്റെ എതിരാളികളുടെ പിന്തുണ തേടിയിട്ടാണ് അവർ മത്സരിച്ചത്. അതിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വോട്ടുണ്ട്. എന്നാൽ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും പാർട്ടി ശ്രമിച്ചിട്ടില്ല. പാർട്ടി പറയുന്നത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വോട്ടിൻ്റെ കൂടെ CPM-ൻ്റെ ഇടതുപക്ഷ അനുഭാവികളുടെ വോട്ട് കൂടി കുറെ എല്ലാമല്ല അവർക്ക് അനുകൂലമായിട്ട് പോയിട്ടുണ്ട്. അവർ വർഗവഞ്ചകരാണെന്ന് പാർട്ടി പറയുന്നുണ്ട്. അത് ശരിയാണോ? അത് സാധാരണയായിട്ട് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. പാർട്ടി സെക്രട്ടറി അവിടുത്തെ കണ്ണൂരിലെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പറഞ്ഞു, MV ജയരാജൻ പറഞ്ഞു, ഇവർക്ക് തെറ്റ് തിരുത്തി വരാമെന്ന് പറഞ്ഞപ്പോൾ അവർ വർഗവഞ്ചകരാണെന്ന് പറഞ്ഞാൽ വാതിലടക്കിയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. അത്തരം ഒരു വിവാദപരമായ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം CPM വിട്ടുപോകുന്ന ആളുകൾ എതിരാളികളുടെ സഹായം കൂടി തേടി മത്സരിച്ചു എന്നുള്ളതാണ് വിമർശന വിധേയമാകുന്നത്. അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ അവരും പറയുന്നുണ്ട്. പക്ഷേ അവർ പാർട്ടി വിട്ടുപോയി എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ MV ജയരാജൻ പറഞ്ഞ കാര്യം ഇപ്പോൾ അതിനുള്ള സാഹചര്യമല്ല ആയിട്ടില്ല, അല്ലെങ്കിൽ സാഹചര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പോൾ രണ്ടാമത്തെ പിണറായി സർക്കാരിലെ ഏറ്റവും വിവാദം ആയി മാറിയ വകുപ്പ് ആരോഗ്യവകുപ്പായിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ആ ആരോഗ്യവകുപ്പ് മന്ത്രി ടീച്ചറുടെ അഭിപ്രായമോ ഉപദേശമോ തേടിയിട്ടുണ്ടോ? അല്ല, എൻ്റെ ഉപദേശം തേടേണ്ടതില്ല. അവർ നല്ല കഴിവുള്ള മിനിസ്റ്ററായിരുന്നല്ലോ. പക്ഷേ ജനം അങ്ങനെയല്ല വിലയിരുത്തിയത്. അല്ല, അത് അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അവർ 5 കൊല്ലം തികച്ച് ഭരിച്ചില്ലേ, 5 കൊല്ലം വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയല്ലോ. അപ്പോൾ എൻ്റെ ഉപദേശം തേടേണ്ട കാര്യം അവർക്ക് യഥാർത്ഥത്തിൽ ഇല്ല. പാർട്ടി എന്തെല്ലാം പറഞ്ഞാലും പാർട്ടിയാണ് ഉപദേശിക്കുന്നത്, ഞാനല്ല. ടീച്ചറെ കോർണർ ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് പൊതുജനങ്ങൾക്കിടയിലുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ കോവിഡ് കാലത്ത് ടീച്ചർ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ നടത്തിയ ബ്രേക്ക് ദ ചെയിൻ ആ പദ്ധതിയുടെ പേരിൽ അത് ആ കാലത്ത് അന്ന് ആവശ്യമായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രി ആർ ബിന്ദുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സാമൂഹ്യ സുരക്ഷാ മിഷൻ അന്വേഷണം നടത്തി. ഇപ്പോൾ അതിൻ്റെ പേരിലുള്ള റിപ്പോർട്ടും ആക്ഷേപവും ഒക്കെ വന്നിട്ടുണ്ട്. എന്ത് പറയാം, അതും ടീച്ചറെ ഒതുക്കാൻ വേണ്ടിയല്ലേ?
എന്നെ ഒതുക്കാൻ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയാൽ കഴിയുമോ? അത് മാത്രമല്ല, അങ്ങനെയൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ബ്രേക്ക് ദ ചെയിനെതിരായിട്ടൊരു പരാതി ഇങ്ങനെ വന്നുവെന്നും അന്ന് അതിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ അഷീലിനെതിരെ അത് പത്രത്തിൽ നിങ്ങളെല്ലാം പിന്നെ കൊടുത്തു, അങ്ങനെ ഒരു അന്വേഷണം വന്നു എന്നുള്ളത് വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ബ്രേക്ക് ദ ചെയിൻ പരിപാടി കെ ശൈലജ ടീച്ചർ പരിപാടിയല്ല. അത് ഈ കോവിഡ് മഹാമാരി വന്നപ്പോൾ അതിനെ നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അതിനെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് കണ്ടെയ്ൻമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് പകരം മിറ്റിഗേഷൻ മെത്തേഡ് ഉപയോഗിച്ചാൽ മതിയെന്ന് അസംബ്ലിയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, എന്നോട് അദ്ദേഹം ചോദിച്ചു, ടീച്ചർ അമേരിക്കയൊക്കെ സ്വീകരിക്കുന്നത് മിറ്റിഗേഷൻ മെത്തേഡാണ്, നമുക്കത് പോരെയും ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ അങ്ങനെയല്ല, ഇവിടെ ഇത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ട്, ഇവിടെ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 860 പേരാണ് താമസിക്കുന്നത്, ഇന്ത്യയുടെ ശരാശരി 430. അപ്പോൾ മാത്രമല്ല 60 വയസ്സിന് മേൽപ്പെട്ടുള്ളവരെല്ലാം കോമോർബിഡിറ്റി ഉള്ളവരാണ്, ഷുഗറും പ്രഷറും ക്യാൻസറും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ വൈറസിനെ കയറൂരി വിടുന്നതാണ് മിറ്റിഗേഷൻ മെത്തേഡ്. അതിലൊരു സയൻസ് ഉണ്ട്. എല്ലാവർക്കും വന്നാൽ പിന്നെ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. പക്ഷേ എല്ലാവർക്കും വരാൻ കാത്തു നിന്നാൽ ഈ 60 വയസ്സിന് മേപ്പെട്ടുള്ളവർ മിക്കവാറും മരിച്ചു പോകും എല്ലാവരും. നമുക്ക് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കലാണ് പ്രധാനം. അതുകൊണ്ടാണ് ഞങ്ങൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടവർ ചർച്ച ചെയ്തിട്ട് അഭിപ്രായം ഉണ്ടാക്കിയത്. അന്ന് ഒരു സയൻസ് ടീച്ചർ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം ഇത് കണ്ടെയ്ൻമെൻറ്റ് മെത്തേഡ് ഉപയോഗിക്കണം, പകർച്ച തടയണം. അപ്പോഴേക്കൊരു വാക്സിനേഷൻ വരുമായിരിക്കും. വാക്സിൻ വരുന്നത് വരെ നമ്മൾ പിടിച്ചു നിർത്തണം, ഈ മനുഷ്യരെ വിട്ടുകൊടുക്കരുതെന്ന്. അതിനെന്തൊക്കെ ചെയ്യണം? വെറുതെ ഇതിനെ തടയണമെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ, പ്രായോഗികമായി ചെയ്യണ്ടേ? പ്രായോഗികമായി തടയണമെങ്കിൽ മാസ്ക് ധരിക്കണം. ഒരാളിൽ നിന്ന് മാസ്ക് ധരിച്ചതുകൊണ്ട് എത്ര മനുഷ്യർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം. കൈകൾ, അതാണ് ഇപ്പോൾ എവിടെയെങ്കിലും മൂക്ക് ചീറ്റി കോവിഡ് വന്നവർ അവിടെ തൊട്ടിട്ട് അറിയാണ്ട് നമ്മുടെ കൈ മൂക്കിലേക്ക് പോയാൽ പകരും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് കൈ കഴുകുക. അതാണ് ഞങ്ങൾ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞൊരു പരിപാടിയായി ആകർഷകമായി അവതരിപ്പിച്ചത്. അവതരിപ്പിച്ചതാരാ? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കോവിഡിൻ്റെ പ്രവർത്തനം ഏറ്റെടുക്കണമെന്ന് സർക്കാർ പറഞ്ഞു. ആരോഗ്യവകുപ്പ് ചികിത്സയും മറ്റു കാര്യങ്ങളുമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ ബ്രേക്ക് ദ ചെയിൻ പരിപാടി, നിങ്ങൾ സാമൂഹ്യക്ഷേമ വിഭാഗമാണ്, സാമൂഹ്യനീതി വിഭാഗമാണ്. അപ്പോൾ സമൂഹത്തിനിടയിൽ നിങ്ങൾ ഇത് പ്രചരിപ്പിക്കണം. ബ്രേക്ക് ദ ചെയിൻ, സോപ്പ്, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസ്, ഇത് പ്രചരിപ്പിക്കണം. SMS ക്യാമ്പയിൻ. അങ്ങനെ ബിജു പ്രഭാറായിരുന്നു സെക്രട്ടറി. ഞാൻ ബിജു പ്രഭാറിനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കണം. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ചുരുങ്ങിയത് 10 കോടി രൂപ കോവിഡിന് വേണ്ടി ചെലവഴിക്കാൻ ഓർഡറുണ്ട്, ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവുണ്ട്. നിങ്ങൾ അത്രയും ചെലവഴിക്കാം, നിങ്ങളത് എന്താ അത്യാവശ്യമുള്ള സാധനം മേടിക്കുന്നതിന് സ്റ്റോക്ക് പർച്ചേസ് റൂളും വേവ് ചെയ്തുകൊണ്ട് ടെൻഡറൊന്നും വേണ്ട, ടെൻഡർ ഇല്ലാണ്ട് അത്യാവശ്യം. ഇതേതാ കാലം, ഇപ്പം മറന്നുപോയി എല്ലാവരും. ശരിക്കും അങ്ങനെ ഒരു നല്ല തീരുമാനം എടുത്തിട്ട് ഇപ്പൊ ബിജു പ്രഭാറിനെ പോലെ സമർത്ഥന ഒരു IAS നല്ല സമർത്ഥനായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. എന്നിട്ട് അതേ രണ്ടാം സർക്കാർ ഇതിന്റെ പേര് അന്വേഷണം പുറപ്പെടുവിച്ചിട്ട് ടീച്ചർ അന്വേഷണം എപ്പോൾ പുറപ്പെടുവിച്ചു എന്നുള്ളത് എനിക്ക് ഇപ്പോൾ ഒരു സംശയത്തിലാണ്. കാരണം മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അങ്ങനെ തീരുമാനിച്ചോ എന്ന് എനിക്കറിയില്ല. സുരക്ഷാ മിഷൻ അതങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ. കാരണം അത്ര വ്യക്തതയുള്ള, ഇതെല്ലാം ഓഡിറ്റ് ചെയ്തതാണ്. വർക്കിംഗ് ഗ്രൂപ്പ് പിന്നീട് അംഗീകരിച്ചു. ഇതെല്ലാം ചിലവെല്ലാം ഓഡിറ്റ് ചെയ്തു. 4.5 കോടി രൂപയാണ് ചിലവായത്. അത് കൂടുതൽ ചിലവായത് ഈ ഗവൺമെൻറ് ഓഫീസുകളിലടക്കം കൈകൊണ്ട് തൊടാതെ കാലുകൊണ്ട് ചവിട്ടുമ്പം സാനിറ്റൈസർ കിട്ടുന്ന സ്റ്റമ്പ് അവയുണ്ടാക്കി. പിന്നെ സ്പിരിറ്റൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ വെച്ചതൊക്കെ അവരോട് യുദ്ധകാലാടിസ്ഥാനത്തിൽ തരാൻ പറഞ്ഞിട്ട് ജയിലിൽ വെച്ച് ജയിൽ നിവാസികൾ, ജയിൽ പുള്ളികളെ കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കുടുംബശ്രീ അയൽക്കൂട്ടത്തെ കൊണ്ടൊക്കെ സാനിറ്റൈസർ ഒന്നും കിട്ടാനില്ലായിരുന്നു. അല്ല, ഇങ്ങനെ ഒരു സംഭവത്തിൽ അന്വേഷണം വന്നിട്ട് ടീച്ചർ പാർട്ടിക്ക് പരാതി നൽകിയില്ലേ? ഇല്ല, അന്വേഷണം ഇന്നയാൾ പറഞ്ഞിട്ടൊന്നും വ്യക്തതയില്ല. അങ്ങനെ ഒരു വന്നതിനെക്കുറിച്ച് ഞാൻ പാർട്ടിയുടെ മുമ്പാകെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ഒരു അന്വേഷണമുണ്ട്. അപ്പോൾ പാർട്ടിയുടെ അഭിപ്രായം അത് കോവിഡിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്, അതിലൊന്നും യാതൊരു അപാകതകളും ഇല്ല. ടീച്ചർക്കെതിരെ ഒരു ഉപജാപക സംഘം പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പ്രവർത്തിച്ചിട്ട് എന്താ കാര്യം? ഇല്ല. ഞാൻ ആരാണ്? വലിയ ഉപജാപക സംഭവമൊക്കെ എനിക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ മാത്രം ഒരു വലിയ ആളൊന്നുമല്ല ഞാൻ. എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കാറുണ്ട്. അതേത് ഉത്തരവാദിത്തമായാലും ഞാൻ ഇപ്പോഴും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി എത്ര ആളുണ്ട് വേറെ ഉപജാപക സംഘമൊക്കെ അവർക്ക് പുറകെ പോട്ടെ. എനിക്കെതിരെ ഉപജാപക സംഭവമൊന്നും പാർട്ടിക്കകത്ത് ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഈ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ അവർ കൈക്കൊണ്ട തീരുമാനം ആശാ വർക്കർമാർക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. അക്കാര്യത്തിൽ പാർട്ടി അവരിവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴയും വെയിലും കൊണ്ട് കടന്നപ്പോൾ അക്കാര്യത്തിൽ പാർട്ടി ഒരു അനുകമ്പാർഹമായ നിലപാടെടുക്കേണ്ടതായിരുന്നോ ഇല്ലേ? ഞങ്ങൾ ഒരു കാര്യം മറക്കുന്നു.
ഒന്നാം പിണറായി പഴയ സർക്കാരിന്റെ കഥ കാലത്ത് ഞാൻ പറഞ്ഞിട്ട് പറയട്ടെ, കാര്യമില്ല. ആശാ വർക്കർമാരുടെ ആനുകൂല്യം 1000 രൂപയായിരുന്നു പേരിന്, 500 രൂപയായിരുന്നു അവർക്ക് കയ്യിൽ കിട്ടാറ്. ആ 1000 രൂപയിൽ നിന്നാണ് 10000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചത്. 7000 രൂപ അവരുടെ ഓണറേറിയവും 3000 രൂപ ഇൻസെൻറ്റീവിനകത്ത് പല മാറ്റങ്ങളും വരുത്തി അതും ചേർത്തിട്ട് 10000 രൂപയാക്കി വർദ്ധിപ്പിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ശരിയാണ്. പക്ഷേ അതാണ്. എങ്കിലും ഇവർ വന്ന് ഇത്രയും വലിയ സമരം ചെയ്യുമ്പോൾ അതിലൊരു അല്ല, അവരെ പരിഹസിക്കുന്ന രീതിയിലേക്ക് വരെ പോയി. സ്വാഭാവികമായിട്ടും തവണകളായിട്ട് വർദ്ധിപ്പിക്കുമെന്നാണല്ലോ LDF ഗവൺമെൻറ് പറഞ്ഞത്. ഒറ്റയടിക്ക് 21,000 ആക്കാൻ LDF ഗവൺമെൻറ്റിന് കഴിയുമായിരുന്നില്ല, അന്നത്തെ ഗവൺമെൻറ്റിന് കഴിയുമായിരുന്നില്ല. അതാണ് പറഞ്ഞത്, ഒറ്റയടിക്ക് 21 വീഴ്ച ആക്കണമെന്ന് പറ്റിയിട്ടില്ല മോഹമുണ്ട്. സർക്കാരിന്. പിണറായി സർക്കാരിന് ആശാ അത് സമരത്തെ എങ്ങനെയാണ്? നേരിടുന്നതിൽ വീഴ്ച അതേ പറ്റി. പിണറായി സർക്കാർ ആയിരുന്നല്ലോ ഒന്നാം ഗവൺമെന്റിന്റെ അതെ, സമയത്ത്. അതാ ചോദിച്ചത്. അപ്പോൾ പിണറായി സർക്കാരാണ് 10000 ആക്കിയത്. പിന്നെ കുറേശ്ശെ കുറേശ്ശെ വർദ്ധിപ്പിക്കുക അല്ലാതെ ഒരുമിച്ച് 21,000 ആക്കാൻ ഗവൺമെന്റിന് പ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം UDF ഗവൺമെന്റ് വന്നപ്പോൾ അത് 21,000 ആക്കുമെന്ന് അവർ 3000 പറഞ്ഞിട്ടുണ്ട്. രൂപ ആദ്യം വർദ്ധിപ്പിച്ചു. 3000 ഇപ്പം വർദ്ധിപ്പിച്ചത് സ്വാഗതാർഹം. പക്ഷേ 21,000 ആക്കുമെന്ന് അവരുടെ പ്രകടന പത്രികയിലും വാഗ്ദാനമുണ്ട്, അവർ സമരപന്തലിലും സമയമുണ്ടല്ലോ. വാഗ്ദാനം ചെയ്താണ് ആക്കുമെന്ന് ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ആ സമരത്തെ നേരിടുന്നതിൽ വീഴ്ച പറ്റിയിട്ടില്ല. അങ്ങനെ പറയാൻ സാധിക്കില്ല. ഞാൻ KSRTC ബസ്സിൽ സ്ത്രീ യാത്ര സൗജന്യം കൊണ്ടുവന്നു. ഓർഡിനറി ബസ്സുകൾ ടീച്ചർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? സൗജന്യം കൊണ്ടുവന്നത് അങ്ങേയറ്റം സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ സ്ത്രീകൾക്ക് വലിയ ഇഷ്ടമുള്ള, അവർക്ക് നല്ല താല്പര്യമുള്ളൊരു കാര്യമാണ്. അങ്ങനെ സൗജന്യമായി പ്രഖ്യാപിക്കുമ്പം അത് നടപ്പിലാക്കാനുള്ള എന്താണ് അതിൻ്റെ ചിലവ്, അതെല്ലാം സർക്കാർ കണ്ടിട്ടുണ്ടാവും. കാണാതെ അങ്ങനെ പറയില്ലല്ലോ, ലേശം ബുദ്ധിമുട്ടാണ്. എന്നാലും അതുകൊണ്ട് ഞാനതിനെ എതിർക്കുന്നില്ല. കാരണം സ്ത്രീകൾക്ക് ഒരുപാട് ഇതുള്ള കാര്യമാണ്. പക്ഷേ ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ സ്ത്രീകൾ അനുഭവിച്ച മറ്റൊരു ആനുകൂല്യം നിഷേധിക്കുന്നത് ശരിയല്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് ഞങ്ങളുടെ LDFിൻ്റെ പ്രകടന പത്രികയിൽ വീട്ടുജോലിയെ അംഗീകരിക്കുന്നു എഴുതിയിരുന്നു. അപ്പോൾ അങ്ങനെ അംഗീകരിക്കുന്നു എഴുതിയപ്പോൾ അത് മുഴുവനായിട്ട് വീട്ടുജോലിയുടെ, ഇപ്പം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് 30,000 രൂപയുടെ വർക്കാണ്. അത്രയൊന്നും ഈ കൊച്ചു സംസ്ഥാനത്തെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. സെൻട്രൽ ഗവൺമെൻറ് കിട്ടാനുള്ള വിഹിതമൊക്കെ തന്നാൽ കൊടുക്കാം, പക്ഷേ തരുന്നില്ല. അപ്പോൾ ഞങ്ങൾ KSRTC സൗജന്യ യാത്ര നല്ലതാണ്. അതെ, അതിൻ്റെ കൂടെ ഇതും ചേർത്ത് പറയണം. നല്ല സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ നല്ല സ്ത്രീ സുരക്ഷാ പെൻഷൻ എടുത്തു കളയേണ്ട കാര്യമില്ല. അതെടുത്തു കളഞ്ഞതിൽ വിമർശനമുണ്ട്. ഇപ്പം നമ്മൾ ജനക്ഷേമത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു പാർട്ടിയിൽ മുഴുവൻ സമയം പ്രവർത്തിക്കുമ്പോൾ അതിൽ ചില നേതൃത്വത്തിലുള്ള ആൾക്കാരിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായാൽ മാനസിക സംഘർഷം ഉണ്ടാകും. ഞാനങ്ങനെ മാനസിക സംഘർഷത്തിനൊന്നും ഇടകൊടുക്കാറില്ല. കാരണം ടീച്ചർക്ക് മാനസിക സംഘർഷമില്ല. നമ്മൾ ചെറിയ ചെറിയ പ്രയാസങ്ങളില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. അത് സംഘടനാ രംഗത്ത്, അത് ഏത് പാർട്ടിയിലും ഏത് രംഗത്തും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സത്യസന്ധമായി ചെയ്താൽ, നമുക്ക് ഒരുപാട് പ്രതീക്ഷകളില്ലാതിരുന്നാൽ, അല്ലേ, നാളെ ഇന്നിതായി നാളെ ഇതിനേക്കാളും വലുതാവുന്നൊന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ ഒരു മനസ്താപത്തിനും ഇടയുണ്ടാവില്ല. ചെയ്യുന്നത് സത്യസന്ധമായും ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന ബോധത്തോടു കൂടിയും ചെയ്തു പോവുക എന്നൊരു പാഠം ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എവിടുന്നോ. ആ പാഠം എന്നെ വേദനിപ്പിക്കാതെ കൊണ്ടുപോകാൻ സഹായിക്കുന്നുമുണ്ട് അന്നും ഇന്നും. ഈ വടകരയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കാഫിർ സ്ക്രീൻഷോട്ടിൽ കൈ പൊള്ളിയോ പാർട്ടിക്ക്? കൈപൊള്ളിയിട്ടില്ല. ഒരുപാട് തരത്തിലുള്ള പ്രചരണങ്ങളൊന്ന് വന്നു. അന്വേഷണം ഞാൻ യഥാർത്ഥത്തിൽ ആ വടകര തെരഞ്ഞെടുപ്പിലാണ് ഇത്രമാത്രം വ്യക്തിഹത്യ നവമാധ്യമങ്ങളിലൂടെ ചെയ്യാൻ സാധിക്കുമോ എന്ന് മനസ്സിലാക്കിയത്. എനിക്കെതിരെ ഒരുപാട് തരത്തിലുള്ള, ഞാനതൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല, പല രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ട് വന്നിരുന്നു, നുണകൾ വന്നിരുന്നു. നുണകളെന്ന് വെച്ചാൽ എനിക്ക് വോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡ് കൃത്രിമമായിട്ട് എന്നിട്ട് അതിനകത്ത് കാന്തപുരം ഉസ്താദ് പറയുന്നത് പോലെ ശൈല ടീച്ചർക്ക് വോട്ട് കൊടുക്കരുത്, പിന്നെ ഷാഫിക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ള മട്ടിൽ മുസ്ലിം വീടുകളിലൊക്കെ പ്രചരിപ്പിച്ചു. അപ്പോൾ ഞാൻ അവിടെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊന്നും ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതിന് വിരോധമില്ല, പക്ഷേ എനിക്ക് വോട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കാൻ എന്താ കാര്യം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സ്വപ്നേബി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരൊരു തിരുത്തും കൊടുത്തു. പക്ഷേ തിരുത്തെല്ലാടിയും പോയില്ല. എല്ലാം പറയുന്നില്ല, ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ നിന്ന് തന്നെ വന്നെന്നും ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. അത് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് എങ്ങനെയാ വരുക? ഞാൻ തോറ്റ പാർട്ടിയല്ലേ തോക്ക്? ഞാൻ തോറ്റ പാർട്ടിയല്ലേ തോക്കുന്നത്? കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ ഇലക്ഷൻ്റെ തലേന്നാളാണ് മീഡിയ നിങ്ങളെപ്പോലെ എല്ലാവരും വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ആരാ ഉണ്ടാക്കിയതെന്ന്. എന്തായാലും അത് എന്നെ സഹായിക്കാനല്ലല്ലോ ഉണ്ടാക്കിയത്, കുറ്റപ്പെടുത്താനാണല്ലോ. അപ്പോൾ അത് വളരെ മോശമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എതിരാളികൾ അറിഞ്ഞുകൊണ്ടാണോ? ഞാൻ പറഞ്ഞു അറിയാതിരിക്കാൻ വഴിയില്ല, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല.
അത് ഏതായാലും മോശമായിട്ടുള്ള കാര്യമാണ്. ഇന്നും ഞാൻ പറയുന്നു അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് ആരായാലും ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ള ആരെയൊക്കെയാണ് പിടിച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ പ്രൊഡ്യൂസ് ചെയ്തത് ആരാന്ന് പിടിച്ചാലേ കുറ്റവാളിയെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിദ്യാർത്ഥികളുടെ സമരത്തിൽ ടീച്ചർ ആ സമരവേദിയിൽ പോവുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. ശരിക്കും ജെൻസിയുടെ ഭാഷ പാർട്ടിക്ക് മനസ്സിലാകുന്നുണ്ടോ? കാരണം ഇതുപോലൊരു ജനകീയ വിഷയം ഏറ്റെടുക്കാൻ ഇടത് വിദ്യാർത്ഥി സംഘടനകൾക്കോ CPM-നോ കഴിഞ്ഞില്ല. അതിലൊരു കാര്യമുണ്ട്. ഈ പ്രശ്നത്തിൽ SFI ആണ് ആദ്യം സമരം തുടങ്ങിയത്. പക്ഷേ SFI എന്ന് പറയുമ്പോൾ ഒരു മുദ്ര കുത്തപ്പെടുന്നുണ്ട്. SFI സ്വതന്ത്ര സംഘടനയാണ്. പക്ഷേ നിങ്ങളെല്ലാവരും കരുതുന്നത് SFI CPM-ഉമായിട്ട് ബന്ധപ്പെട്ട സംഘടനയാണ്. അതുകൊണ്ട് SFI ആഹ്വാനം ചെയ്യുന്ന ഒരു സമരത്തിൽ നല്ല ഇടതുപക്ഷ മനസ്സുള്ളവർ മാത്രമാണ് അണിചേരുക. എന്നാൽ അതല്ല, കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളത് ഭരണവർഗത്തിൻ്റെ ഒരു ഉപകരണത്തോട് ഈ പുതിയ തലമുറക്ക് വന്ന ദേഷ്യത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടതാണ്. അതായത് നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഇതിലെല്ലാം കൂടിച്ചേർന്നിട്ടുള്ളതാണ്. അതിൽ ജുഡീഷ്യറിയാണ് അപക്വമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. ഇവർ എവിടെയും ചെന്നിട്ട് ശല്യം ഉണ്ടാക്കുന്ന കോക്രോച്ചുകളാണ്. കുട്ടികളെന്താ പറഞ്ഞത്? നീറ്റ് പരീക്ഷയുടെ അക്കൗണ്ടബിലിറ്റി ഇല്ലാതായപ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ഫ്യൂച്ചറാണ്. പരീക്ഷാ പേപ്പർ പോലും കച്ചവട വസ്തുവാക്കിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ കുട്ടികൾ പ്രതികരിച്ചു. അവർ പ്രതികരിച്ചപ്പോൾ കോടതി അവരെ കളിയാക്കിയപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ കോക്രോച്ചസ് ആണ് എന്ന് പറഞ്ഞ് വൈകാരികമായി തന്നെ ആ വിഷയം എടുത്തിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി എന്നിട്ട് പാർട്ടി രൂപീകരിച്ചു. അഭിജിത്ത് ദീപ് കെ, ഞാൻ അവിടെ സമരപ്പന്തലിൽ ആ ചെറുപ്പക്കാരനെ കണ്ടു. വളരെ സൗമ്യനായിട്ടുള്ള മിടുക്കനായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. അപ്പോൾ അവർ ആഹ്വാനം ചെയ്തപ്പോൾ അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കുന്നില്ല. നേരത്തെ സമരം പ്രഖ്യാപിച്ച SFI അവരുടെ സമരത്തിൻ്റെ കൂടെ ചേർന്നു, അല്ലെങ്കിൽ അവരുടെ സമരത്തെ പിന്തുണച്ചു. അങ്ങനെ പിന്തുണക്കുന്നത് ഇടതുപക്ഷ പാർട്ടികളും പിന്തുണച്ചു. സഖാവ് ജനറൽ സെക്രട്ടറി MA ബേബി അപ്പം തന്നെ സമരത്തെ അനുകൂലിച്ച് സംസാരിച്ചു. അത് ഇങ്ങനൊരു സമരം വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ഇത്രയും ദേശീയ തലത്തിൽ ശ്രദ്ധേയമാകുന്ന ഒരു സമരം ഏറ്റെടുക്കുകയല്ല, അങ്ങനെ ഒരു സമരം പ്രഖ്യാപിച്ച് ഇത്തരം വിഷയങ്ങളിൽ സജീവമായി ഇടപെടാൻ ഞാൻ ആദ്യം പറഞ്ഞത്. സജീവമായി SFI ഹിന്ദി ഹാർട്ട്ലാൻഡിലേക്കെല്ലാം പാർട്ടി കയറണമെന്ന് നേരത്തെ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചു. അതായത് എവിടെ ഞങ്ങളില്ലാത്ത വലിപ്പം അഭിനയിക്കുന്ന ആളുകളല്ല. ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പേ പ്രവർത്തിച്ചു വന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സോഷ്യലിസമാണ് ലക്ഷ്യം. ത്യാഗപൂർണമായ പ്രവർത്തനം തെലങ്കാന സമരം അടക്കം നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ഇന്ത്യൻ ഭരണാധികാരികൾ ഏറ്റവും അധികം അടിച്ചമർത്തിയത് ഇടതുപക്ഷത്തെയാണ്. ഇന്ത്യ ഭരിക്കാൻ കിട്ടിയ അവസരം കളഞ്ഞ പാർട്ടിയാണ് CPM. ആ അവസരം സ്വീകരിക്കാതിരുന്നത് അത് ശരിയാണ്. ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടി വന്നതല്ല. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി വന്ന ഒരു അവസരത്തിൽ BJP വരാതിരിക്കാൻ ഞങ്ങൾ വെളിയിൽ നിന്നൊരു സപ്പോർട്ട് കൊടുക്കുന്നു എന്നതിന്റെ വെളിച്ചത്തിൽ ജ്യോതിബാസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ കിട്ടിയ അവസരം കളഞ്ഞു കുടിച്ചത് പ്രധാനമന്ത്രി ജ്യോതിബാസു എന്ന് പറയുന്ന വ്യക്തിയല്ലല്ലോ, CPIM ആണ് പ്രധാനമന്ത്രിയാവുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത ഒരു പാർലമെൻറ്റിൽ ഞങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് വന്നാൽ ഞങ്ങളുടെ അഭിപ്രായം നടപ്പിലാക്കുമോ, ഇന്ത്യയിലെ ബൂർഷ്വാ പാർട്ടിയായ കോൺഗ്രസിൻ്റെ അഭിപ്രായം നടപ്പിലാക്കുമോ? ഞങ്ങൾ ആണവ കരാറിൻ്റെ കാര്യത്തിൽ പിന്തുണ പിൻവലിക്കേണ്ടി വന്നല്ലോ. അതുകൊണ്ട് അന്ന് ആയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടേറെ പാർട്ടി പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്, ഈവൻ കോൺഗ്രസ്സുകാർ പോലുമുണ്ട്. പക്ഷേ ഞങ്ങളത് പൊളിറ്റിക്കലായിട്ടാണ് തീരുമാനം എടുത്തത്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ സമരത്തിലും SFI അന്ന് മുതൽ സമരം ചെയ്യുന്നുണ്ട്. ഞങ്ങളാലാവും വിധം ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത് ഉപയോഗപ്പെടുത്തിയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറഞ്ഞ സമരമുണ്ട്. പക്ഷേ വലിയ മാധ്യമങ്ങളൊന്നും ഞങ്ങൾ ചെയ്യുന്ന ഒരു സമരത്തെയും കാണിക്കാറില്ല. കോക്രോച്ച് പാർട്ടിയുടെ സമരം പോലും ആദ്യം തമസ്കരിച്ചു. എന്നാൽ ഇപ്പോൾ അതിനുപരിയായി എല്ലാവരും ചേർന്നത് വലിയ സംഭവമായി മാറിയപ്പോഴാണ് കുറച്ച് കാണിക്കാൻ തുടങ്ങിയത്. മനസ്സ് സംഘർഷഭരിതമാകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പാട്ട് കേൾക്കും, എസ് ജാനകിയുടെ പാട്ട് കേൾക്കും. ഞാൻ എപ്പോഴും പാട്ട് കേൾക്കും. പാട്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാടണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ട്, പക്ഷേ നല്ല ശബ്ദം ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് പാടാൻ കഴിയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വേദിയിലൊരു പാട്ട് പാടണമെന്ന്. നല്ലൊരു തമാശ ഉണ്ടായി. ഞാൻ മുമ്പ് MLA ആയ സമയത്ത് MLA-മാരുടെ അന്ന് വിജയകുമാർ സാറായിരുന്നു സ്പീക്കർ. ഞങ്ങളുടെ ഒരു സാംസ്കാരിക പരിപാടിയൊക്കെ വെച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും അസംബ്ലിയിൽ ഒരു ചെറിയ കവിത ചൊല്ലിയിരുന്നു പ്രസംഗത്തിനിടയിൽ. അപ്പോൾ എല്ലാവരും കൂടി പിടിച്ച് ഈ പാട്ട് ടീമിൻ്റെ കൂടെ KK ശൈലജ ടീച്ചറെ പേരും കൂടി വെച്ചു. പാടുന്ന PJ ജോസഫ് ഉണ്ട്, മുനീറുണ്ട്, MK മുനീറുണ്ട്, പിന്നെ മറ്റേ നമ്മുടെ രാജു MLA ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ വെച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ പാടാൻ കഴിയില്ലല്ലോ. എന്നോട് പറഞ്ഞു സംഘഗാനത്തിൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഭാരതം എന്നാൽ പാലിൻ നടുവിൽ
ആരാ പാടുന്നതെന്ന് ആർക്കറിയാം, ഇവരെല്ലാം നന്നായി പാടും, ഞാൻ അവിടെ നിന്ന് പാടി. പക്ഷേ ഒരു കൊലച്ചതി ഉണ്ടായി. സദസ്സിൽ നിന്ന് ഭയങ്കര ബഹളം, എല്ലാവരും ഒറ്റക്കോരോ പാട്ട് പാടുന്നു. പി ജോസഫ് പാടി, മുനീർ പാടി, എല്ലാവരും പാടി. അപ്പോൾ ശൈല ടീച്ചർ പാടണമെന്നായി. അന്തം വിട്ടു. അറിയുന്ന ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞു ഇവർ. ഞാനങ്ങനെ എന്നോട് എന്തിനീ പിണക്കുന്നുള്ള സെമി ക്ലാസിക്കൽ സോങ്ങാണ്. എൻ്റെ എല്ലാ ലൈനും എനിക്കറിയാം. വളരെ ഭംഗിയായിട്ട് കവിത ചൊല്ലി അപ്പോൾ പിറ്റേന്ന് പത്രം എഴുതി. ശൈല ടീച്ചർ പാടുന്ന നിർബന്ധം വന്നപ്പോൾ ടീച്ചർ ഒരു പാട്ട് പാടി ഒപ്പിച്ച് സ്ഥലം വിട്ടു. എന്നോട് എന്തിനീ പിണക്കമെന്നുള്ള പാടി. പാടി എന്ന് പറയാൻ പറ്റൂല, കവിത ചൊല്ലി നന്നായിട്ട്, അതൊരു കവിതയാണെങ്കിൽ ആ രീതിയിൽ അത് മുഴുവൻ. എനിക്കതിൻ്റെ പാട്ടിൻ്റെ ABCD അറിയാം. പക്ഷേ ആരും കൂവിയോ കളിയാക്കിയൊന്നുമില്ല. കാരണം അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഇവരാരും പാട്ടുകാരല്ല എന്ന് അവർക്കറിയാമല്ലോ, വന്നിരിക്കുന്നവർക്ക്. എല്ലാവരും നന്നായി കൈയടിച്ചു. അപ്പോൾ ആരാ എന്നോട് പറഞ്ഞു, ടീച്ചർ നന്നായി കവിത ചൊല്ലിയെന്ന് ആരോ എന്നോട് പറയുകയും ചെയ്തു. അതൊക്കെ ഒരു തമാശ. ഇന്നിപ്പോൾ PK ശ്രീമതി ടീച്ചർ വളരെ വിഷമത്തോടുകൂടി ടീച്ചറുടെ പേരിലുള്ള ഒരു പിന്നെ തെറ്റായ വാർത്ത, വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ ഡൽഹിയിൽ വെച്ച് ബിന്ദു കൃഷ്ണ പറഞ്ഞു അവർ പ്രസംഗിക്കാൻ പോകുമ്പോൾ അവരുടെ ശരീരഭാഗങ്ങളുടെയൊക്കെ റീൽസ് എടുത്ത് ഇടുന്നു. ഈ ഒരു പ്രവണത കേരളത്തിൽ വർദ്ധിച്ചു വരും. വളരെ വളരെ മോശമായിട്ടുള്ള വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെ പറയണം. സ്ത്രീകളോട് വളരെ അപമതിപ്പോടെ പെരുമാറുക, അത് ബിന്ദുകൃഷ്ണക്കെതിരായിട്ടായാലും ശ്രീമതി ടീച്ചർക്കെതിരായിട്ടായാലും ശക്തമായ ഭാഷയിൽ കേരളം അപലപിക്കണം. എന്ത് വൃത്തികേടാ പറഞ്ഞത്. ശ്രീമതി ടീച്ചർ ഏതോ ഒരു കൃഷ്ണൻ എന്ന് പറയുന്ന MLA ഭാര്യയായി കാണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പെൻഷൻ വാങ്ങുന്നു എന്നാണ്. അസംബന്ധം, അസത്യമെന്ന് പറയുന്നത് ഇത്ര ക്രൂരമായി പ്രചരിപ്പിക്കാമോ? അതും ഒരു ചാനൽ. അപ്പോൾ 2-3 ചെറിയ മാധ്യമങ്ങളും. അപ്പോൾ അത് ഇതാണ്. ടീച്ചർ അതിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണ്, കൊടുത്തിട്ടുണ്ടാവും ഇപ്പം. അപ്പോൾ അങ്ങേയറ്റം ഇത് കേരളത്തിലെ മനുഷ്യരാകെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബിന്ദു പറഞ്ഞതും അതുതന്നെയാണ്. ബിന്ദു കൃഷ്ണ അവരെ പ്രത്യേക രീതിയിൽ ഫോട്ടോ എടുത്തിട്ട് പ്രചരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ശരിയല്ലാത്ത കാര്യമാണ്. സ്ത്രീകൾക്കെതിരായിട്ടുണ്ടാകുന്ന ഈ ആക്ഷേപങ്ങൾ, അതും സംഘടനാ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കെതിരായിട്ട്. അപ്പോൾ സാധാരണ സ്ത്രീകൾ എന്താ അനുഭവിക്കുക? കണ്ണൂരിലെ പാർട്ടിയിൽ ഇപ്പോൾ ഒരു വിഭാഗീയത ഉടലെടുത്തിട്ടുണ്ടോ? എന്ത് വിഭാഗീയത? പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വിഴിഞ്ഞ ഓഹരി കൈമാറ്റത്തിൻ്റെ പേരിലാണ് ദിവ്യ അയ്യരെ മാറ്റിയെന്നൊക്കെയുള്ള ടീച്ചറടക്കം ശ്രീമതി ടീച്ചറും എല്ലാം അത് ശരിയല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വീണ്ടും റീപ്ലൈ ചെയ്താൽ കിട്ടും. ഞാൻ പറഞ്ഞത് എന്നോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ ദിവ്യ അയ്യരെ സ്ഥലം മാറ്റിയത് ശരിയാണോ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ IAS ഉദ്യോഗസ്ഥന്മാരും കൂടി ഇങ്ങോട്ടെല്ലാം മാറും, അതിൽ അസ്വാഭാവികത ഇല്ല. എൻ്റെ ശേഷം ഒരു വാചകവും കൂടി ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് മാറ്റുന്നതെങ്കിൽ അത് അന്വേഷിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഭാഗം കളഞ്ഞ് ഇതിൽ അസ്വാഭാവികത ഇല്ലയെന്ന് കൊടുത്തു. ഒന്ന്. രണ്ടാമത് എന്നോട് ചോദിച്ചത് വിഴിഞ്ഞം വിവാദ വിഷയമാക്കേണ്ടതുണ്ടോ എന്നാണ്. ഞാൻ പറഞ്ഞു, IASകാരുടെ സ്ഥലം മാറ്റത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടത് പറഞ്ഞു. വിഴിഞ്ഞത്തെക്കുറിച്ച് അങ്ങനെയല്ല, അതിപ്പോൾ വിവാദമാണ്. എന്താ വിവാദം? അത് UDF ഉണ്ടാക്കിയതാണ്. LDF വളരെയധികം പരിശ്രമിച്ചിട്ടാണ് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കിയത്. LDF വരുന്നതിന് മുമ്പ് തന്നെ അദാനിയുമായിട്ടുള്ള കരാറുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത്. എന്നാൽ ഞങ്ങൾ ആ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ അതത്ര എളുപ്പമല്ല ഒരു കരാറുണ്ടായാൽ. മാത്രമല്ല, ഇതൊക്കെ വലിയ വലിയ ഏജൻസികൾക്ക് മാത്രമേ തുറമുഖമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കാതെ ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ കഴിയില്ല. അതുകൊണ്ട് ആ കരാർ നിലനിർത്തി. പക്ഷേ ആ കരാറിനകത്ത് തന്നെ ഇതിൻ്റെ കൺട്രോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിൽക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഓഹരികൾ തീരുമാനിച്ചത്. അപ്പോൾ അദാനിക്കൊരു നല്ല ഓഹരി അതിനകത്തുണ്ട്, ഏകദേശം 49%. ആ ഓഹരിയിൽ നിന്ന് അദാനിക്കത് കൈമാറ്റം ചെയ്യണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണം. ആ വ്യവസ്ഥയും കൂടി കരാറിലുണ്ട്. അത് വെക്കുന്നത് സംസ്ഥാനത്തിൻ്റെ കൺട്രോൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. എന്നാൽ UDF വന്നപ്പോൾ അദാനി സംസ്ഥാന സർക്കാരിനോട് ആലോചിക്കാതെ കരാർ കൈമാറാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ബഹളം ഉണ്ടായത്. അപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞു. കേരളത്തിൻ്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി VD സതീശനും പറഞ്ഞു, ഞാൻ അറിയില്ല, സർക്കാരിനോട് ചോദിച്ചിട്ടില്ല എന്ന് അന്ന് പറയുകയുണ്ടായി. അപ്പോൾ സർക്കാരിനോട് ചോദിക്കണം. സർക്കാർ അറിയാതെ കൈമാറ്റം നടത്തുന്നത് ശരിയല്ല, അത് UDF സർക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് എന്ന തരത്തിലാണ് വിവാദം ഉണ്ടായത്. ആ വിവാദം ശരിയുമാണ്. അതുകൊണ്ട് എന്നോട് ചോദിക്കുന്നു. പിന്നെ പിറ്റേന്ന് മീഡിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഞാനും EP ശ്രീമതി ടീച്ചറെല്ലാം കൂടി എന്തോ കണ്ണൂർ ഒരു പ്രത്യേക ഗ്രൂപ്പാകുന്നു. ഞാനൊരിക്കലും പാർട്ടിക്കകത്ത് ഒരു ഗ്രൂപ്പും ഇല്ല, ഗ്രൂപ്പിസോ ഇല്ല. ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നു. കണ്ണൂർ അങ്ങനെ ഞങ്ങളെല്ലാം കൂടിയിട്ടുള്ളൊരു ഗ്രൂപ്പൊന്നും കണ്ണൂരില്ല. തിരിച്ചുവരവ് അനിവാര്യമാണെന്ന് പറയുന്നു. പക്ഷേ എങ്ങനെ തിരിച്ചുവരവ് അനിവാര്യമാകുന്നത് പാർട്ടിക്കല്ല, എന്നാൽ പാർട്ടിക്കാണ് താനും. അതെങ്ങനെയാണ്? അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്.
കാരണം ഈ BJP കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഭവിഷ്യത്തുകളുണ്ട് ഈ രാജ്യത്ത് ഉള്ള ജനക്ഷേമ പദ്ധതികളെ തകർക്കുന്ന പദ്ധതികൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ആരാ നിൽക്കുക? ഇടതുപക്ഷം. അതുകൊണ്ട് ഇടതുപക്ഷം വളർന്നു വരേണ്ടത് ഈ ജനങ്ങൾക്ക് ഇതെല്ലാം നേടിയത് സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന, കൂടുതൽ മെച്ചപ്പെട്ട് വരാൻ ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങളുടെ ആവശ്യകതയാണ്. അപ്പോൾ ഇടതുപക്ഷമാണ് ശക്തമായി ഇന്ത്യൻ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നത്, അതിനുവേണ്ടി പ്രായോഗികമായിട്ട് ചെറുത്ത് നിൽക്കുന്നത്. ആ ഇടതുപക്ഷം ഇല്ലാതാകുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ മാത്രമല്ല, ഇപ്പം ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു CPM ക്ഷയിച്ചു പോകുന്നത് അത്ര സന്തോഷമുള്ള കാര്യമല്ല. യഥാർത്ഥ ലെഫ്റ്റ് അവരാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൻ്റെ കൂടെ ഇതും പറഞ്ഞു CPM ക്ഷയിച്ചു പോകുന്നത് ഞങ്ങൾ ജനങ്ങളും ആഗ്രഹിക്കുന്നില്ല. അത്രയെങ്കിലും പറഞ്ഞു. ജനങ്ങളും നേതൃത്വത്തിലുള്ളവരായിരിക്കും ആഗ്രഹിക്കുന്നത്. ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ച പിന്നെ ഞങ്ങളുണ്ടോ? ഒരു വിഭാഗം ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. ആഗ്രഹിച്ച പിന്നെ പാർട്ടി ഉണ്ടോ? അതുകൊണ്ട് ഇല്ല, അങ്ങനെ ഒരു ആഗ്രഹം പാർട്ടിക്കകത്ത് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ജനങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്താൻ ഞങ്ങളുടെ ഇടപെടലിലൂടെ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ജനങ്ങൾ പാർട്ടിയെ മനസ്സിലാക്കി വോട്ട് ചെയ്യുകയല്ലായിരുന്നു. അതൊരു ചെറിയ വിഭാഗം ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ മാത്രം പാർട്ടി തകർന്നു. 35% വന്നില്ലേ? 37%. 37 അതിൻ്റെ അടുത്തൊക്കെ പണ്ടും വന്നിരുന്നു. 77 എല്ലാവരുടെയും ജയിച്ചപ്പോൾ ഞങ്ങൾ തോറ്റുപോയല്ലോ ഇവിടെ, ഒറ്റ സീറ്റില്ലാതെ. എന്നിട്ട് വീണ്ടും 99 സീറ്റ് കിട്ടി ഇടതുപക്ഷം വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആ സിമ്പിൾ ലോജിക്കിലേക്ക് പോകുന്നില്ല. അല്ല, എൻ്റെ ചോദ്യം പാർട്ടി തിരിച്ചു വരുമോ ഇല്ലേ എന്നുള്ളതാണ്. തിരിച്ചു വരുമെന്നുള്ളതാണ് എൻ്റെ ഉത്തമ വിശ്വാസം. കാരണം ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കും ഈ ഗവൺമെൻറ് ഉള്ളപ്പോഴായിരുന്നു ജനക്ഷേമപരമായി ഇത്രയും നടപടികൾ വന്നിരുന്നത്. അത് തുടരണമെങ്കിൽ ഇടതുപക്ഷം ഉണ്ടാകുന്നതാണ് ശരിയെന്ന് ജനങ്ങൾ ബോധ്യപ്പെടും. പാർട്ടി കേരളത്തിൽ മാത്രമായിട്ട് ഇപ്പോൾ ചുരുങ്ങുകയല്ലേ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള പിന്നോട്ടടികൾ ധാരാളം ഉണ്ടാകാറുണ്ട്. കാരണം എത്ര നന്നായിട്ട് ഭരിച്ചാലും ഇന്ന് മുതലാളിത്തത്തിൻ്റെ കയ്യിലാണ് സമ്പത്തും സാങ്കേതിക വിദ്യയും ഒക്കെ ഉള്ളത്. അപ്പോൾ ടീച്ചർ ഞാൻ പറയുന്നത് വരുമെന്നാണ്. തീർച്ചയായിട്ടും പാർട്ടി തിരിച്ചു വരും. അപ്പോൾ ടീച്ചർ പറയുന്ന പോലെ പാർട്ടി തിരിച്ചു വരട്ടെ. എല്ലാ ആശംസകളും. സന്തോഷം ഇത്രയും ചോദിച്ചതിനും പറഞ്ഞതിനും.